അജ്ഞാതൻ സ്വയം വെളിപ്പെടുത്തുകയാണ്. ആരെന്ന് സ്വയം വെളിപ്പെടുത്തുകയാണ്. ഇതിൽ എൻ്റെ പേര് പറയുന്നുണ്ട്, വീട്ടുപേര് പറയുന്നുണ്ട്, സ്ഥലപ്പേര് പറയുന്നുണ്ട്, എന്തിന് റോഡിൻ്റെ പേര് വരെ പറയുന്നുണ്ട്. ഓക്കെ. ഇത് കൂടാതെ അജ്ഞാതനെപ്പറ്റി എനിക്കറിയാവുന്നത്, അതായത് എന്നെപ്പറ്റി എനിക്കറിയാവുന്ന മുഴുവൻ വിവരങ്ങളും എൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം സുവ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനകം ബോധ്യപ്പെട്ട് കാണും, അജ്ഞാതൻ സഞ്ചരിക്കുന്ന വഴികൾ ആരും തിരഞ്ഞെടുക്കാത്ത വഴികളാണ്. നോക്കുക, ഒരു പഴമൊഴിയുണ്ട്, പഴഞ്ചൊല്ല്, നാടോടുമ്പോൾ നടുവേ ഓടുക. ആ പഴമൊഴി, ആ പഴഞ്ചൊല്ല് അജ്ഞാതൻ തിരുത്തുന്നു. അജ്ഞാതൻ പറയുന്ന പുതുമൊഴി ഇതാണ്: നാടോടുമ്പോൾ ശരിയായ ദിശ സ്വീകരിക്കുക. അതായത് വലിയൊരാൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ 1000-2000 പേരല്ല, ലക്ഷക്കണക്കിനുമല്ല, കോടിക്കണക്കിന് ആൾക്കാർ ഒരു ദിശയിൽ സഞ്ചരിക്കുന്നു. അതവർ 5000 കൊല്ലമായിട്ട് ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത്, എങ്ങും എത്തുന്നില്ല. എന്നും ദുരിതങ്ങളും ദാരിദ്ര്യവും കഷ്ടപ്പാടും മാത്രമാണ്. അപ്പോൾ അവിടുന്ന്, ആ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി അജ്ഞാതൻ പുതിയൊരു ദിശ സ്വീകരിക്കുന്നു. അതെ, അജ്ഞാതൻ്റെ വഴികൾ പുതുവഴികളാണ്. അതായത് പാരമ്പര്യമായിട്ട് നമ്മൾ സഞ്ചരിച്ച വഴികൾ, പുതിയ പ്രദേശങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ ഒക്കില്ല. അതായത് എറണാകുളത്തുനിന്ന് നാഷണൽ ഹൈവേയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, തെക്കോട്ട് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് മാത്രമേ എത്തത്തുള്ളൂ. ഓക്കെ. അതായത് പുതിയ വഴികളിലൂടെ സഞ്ചരിച്ചെങ്കിലേ, ആരും പോകാത്ത വഴികളിലൂടെ സഞ്ചരിച്ചെങ്കിലേ നമുക്ക് പുതിയ പ്രദേശങ്ങൾ കണ്ടെത്താൻ പറ്റൂ, പുതിയ സങ്കേതങ്ങൾ കണ്ടെത്താൻ പറ്റൂ, പുതിയ മനുഷ്യരെയും പുതിയ കാറ്റിനെയും പുതിയ വെളിച്ചത്തിനെയും ഒക്കെ കണ്ടെത്താൻ പറ്റും. പുതിയ ഉത്തരങ്ങൾ കണ്ടെത്തണമെങ്കിൽ നമ്മൾ പുതിയ നിയമങ്ങൾ, പുതിയ തിയറികൾ കണ്ടുപിടിക്കണം. പരമ്പരാഗതമായ വഴികളിലൂടെ സഞ്ചരിച്ചാൽ സ്ഥിരം പ്രദേശങ്ങളിൽ മാത്രമേ നമ്മൾ എത്തിച്ചേരത്തുള്ളൂ. നോക്കൂ, രാഷ്ട്രീയക്കാരെല്ലാവരും നല്ല നാളെകളെക്കുറിച്ചാണ് പറയുന്നത്. ഇതേവരെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. നല്ല നാളെ വരാൻ പോകുന്നു, നല്ല നാളേക്കായി നമുക്ക് ഈ വഴിയെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നൂറ്റാണ്ടുകളായി രാഷ്ട്രീയ നേതാക്കളും മറ്റും നമ്മൾ വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾക്ക് ഒരിക്കലും നല്ല നാളെകളെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. നല്ല ഇന്നുകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് വേണ്ടത് നല്ല നാളെകളല്ല, നമുക്ക് വേണ്ടത് നല്ല ഇന്നുകളാണ്. അത് അജ്ഞാതൻ പറയുന്നു. നമുക്ക് വേണ്ടത് നല്ല നാളെകളല്ല, നമുക്ക് വേണ്ടത് നല്ല ഇന്നുകളാണ്. അതിന് പരമ്പരാഗതമായ വഴികളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് കണ്ടെത്താനൊക്കില്ല, പുതിയ ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ അജ്ഞാതൻ ആവർത്തിക്കുന്നു,
നമുക്ക് വേണ്ടത് നല്ല നാളെകളല്ല, നല്ല ഇന്നുകളാണ്. നമുക്ക് വേണ്ടത് പുതിയ ഉത്തരങ്ങളാണ്, പുതിയ വെളിച്ചങ്ങളാണ്, പുതിയ കാറ്റും പുതിയ വസന്തങ്ങളും പുതിയ സമ്പൽ സമൃദ്ധമായ ഒരു ലോകവുമാണ് നമുക്ക് വേണ്ടത്. ഇനി എൻ്റെ ജനന തീയതി പറയാം. ഈ കൊല്ലവർഷം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. കൊല്ലവർഷം അതായത് മലയാള കലണ്ടർ അനുസരിച്ചുള്ള പറയുന്നതാണ് ഈ കൊല്ലവർഷമെന്ന്. ഈ കൊല്ലവർഷത്തിന് കൊല്ലവർഷം എന്ന് പറയുന്ന പേര് കിട്ടാൻ കാരണം എന്താണ്? അതിന് കൊല്ലം ജില്ലയുമായിട്ട്, കൊല്ലം പട്ടണവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. കൊല്ലം പട്ടണത്തിൽ കഴ്സൺ റോഡെന്ന് പറയുന്നൊരു റോഡുണ്ട്. കഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്പെല്ലിങ് ഞാൻ പറയാം. CURZON, കഴ്സൺ. കഴ്സൺ റോഡ് എന്ന് പറയുന്നൊരു റോഡുണ്ട്. കൊല്ലം കളക്ട്രേറ്റിന് ഏതാണ്ട് തെക്ക് കിഴക്കായിട്ടുള്ള ഒരു റോഡാണ്. കളക്ട്രേറ്റിന് തെക്ക് കിഴക്കായിട്ട് ഉള്ള റോഡാണ് കഴ്സൺ റോഡ്. ഈ കഴ്സൺ റോഡിന് കഴ്സൺ റോഡെന്ന് പേര് വരാൻ കാര്യം എന്താണ്? പണ്ട് ഇംഗ്ലണ്ടിലെ, ബ്രിട്ടനിലെ കഴ്സൺ പ്രഭു വന്ന റോഡാണ് കഴ്സൺ റോഡ്. അതായത് ഇന്നത്തെ കൊല്ലം പട്ടണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ചിന്നക്കടയാണ്. ഓക്കെ, പക്ഷേ അന്ന് കഴ്സൺ പ്രഭു വരുമ്പോൾ അന്ന് കൊല്ലം പട്ടണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വീഥിയായിരുന്നു കഴ്സൺ റോഡ്. കൊല്ലം പട്ടണത്തിൽ പണ്ട് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് മുമ്പ് കഴ്സൺ പ്രഭു കൊല്ലം പട്ടണത്തിൽ വന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വീഥിയിൽ ഇവിടെ സഞ്ചരിച്ചു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പറഞ്ഞ തെക്ക് കിഴക്കേ ഭാഗം, കളക്ട്രേറ്റിന് തെക്ക് കിഴക്കേ ഭാഗത്തെ ആ റോഡിന് കഴ്സൺ റോഡെന്ന് പേര് വരാൻ കാര്യം. അതായത് കൊല്ലം പട്ടണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അത് കഴ്സൺ റോഡ്. ഈ കഴ്സൺ റോഡും കൊല്ലവർഷവുമായിട്ട് വലിയ ബന്ധമുണ്ട്. കൊല്ലവർഷം ആരംഭിക്കുന്നത്, ഈ കലണ്ടർ ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ കണക്ക് കൂട്ടിയത് ഇതാണ്. ഈ കഴ്സൺ റോഡിന് ഡയറക്റ്റ് മേളിൽ സൂര്യൻ വരുമ്പോൾ, ഉച്ചയ്ക്ക് 12 മണിക്ക് കഴ്സൺ റോഡിൻ്റെ നേരെ മുകളിൽ സൂര്യൻ വരുമ്പോഴാണ് കൊല്ലവർഷം ആരംഭിക്കുന്നതായിട്ട് ഈ കൊല്ലവർഷം എന്ന് പറയുന്ന ആ കലണ്ടർ നിർമ്മിച്ച ആൾക്കാർ കണക്ക് കൂട്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് കൊല്ലവർഷത്തിന് കൊല്ലവർഷമെന്ന് പേര് വന്നത്. അതായത് കൊല്ലവർഷം ആരംഭിക്കുന്നത് കൊല്ലം പട്ടണത്തിൻ്റെ പണ്ടത്തെ ഹൃദയഭാഗമായിരുന്ന കഴ്സൺ റോഡിൻ്റെ ഡയറക്റ്റ് മുകളിൽ സൂര്യൻ നിൽക്കുമ്പോഴാണ് കൊല്ലവർഷം ആരംഭിക്കുന്നതായിട്ട് സങ്കല്പിച്ചേക്കുന്നത്. അങ്ങനെയാണ് കൊല്ലവർഷത്തിന് കൊല്ലവർഷം എന്നുള്ള പേര് വന്നത്. ഇവിടെ കൊല്ലത്ത് നിരവധി കലാസാഹിത്യ പ്രവർത്തകർ ഉണ്ടായിരുന്നു. സർഗധനരായ നിരവധി പ്രതിഭകൾ ഈ കൊല്ലം ജില്ലയിൽ ജനിച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഉദാഹരണത്തിന് കാക്കനാടൻ എന്ന സാഹിത്യകാരൻ കൊല്ലം ജില്ലയിലാണ് ജനിച്ചത്. നമ്മുടെ സുരേഷ് ഗോപി കൊല്ലത്താണ് ജനിച്ചത്. കൂടാതെ കേരളത്തിലെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായ വാരിക മലയാള നാട് ഈ കസൻ റോഡിനടുത്താണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഓഫീസ് ജനയുഗം. ഓക്കെ. പിന്നെ കൊല്ലത്തിൻ്റെ പേര് പറയുമ്പോൾ നിരവധി ആൾക്കാരുണ്ട്. കൊട്ടാരക്കര ശ്രീധരൻ നായർ, സായികുമാർ, കൂടാതെ സായികുമാറിൻ്റെ ബന്ധുക്കളായിട്ടുള്ള നിരവധി കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. സർഗശേഷിയുള്ള ആൾക്കാർ. സർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഇതാണ്. ഏറ്റവും പുതിയ അർത്ഥമായിട്ട് നമുക്ക് വിളിക്കാവുന്നത് ഇതാണ്, കലാസൃഷ്ടി. സർഗം എന്ന് പറഞ്ഞാൽ കലാസൃഷ്ടി, കർമ്മമെന്നും അങ്ങനെ നിരവധി അർത്ഥങ്ങൾ സർഗത്തിനുണ്ട്. ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു വാക്കാണ് സർഗം. അപ്പോൾ ഈ സർഗശേഷി എന്ന് പറയുമ്പോൾ കലാപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഴിവ്. അങ്ങനെ നിരവധി ആൾക്കാരുണ്ട് സർഗശേഷിയുള്ള, ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും സകലകലാവല്ലഭനായിരുന്ന ശ്രീ വി സാംബശിവൻ കൊല്ലം ജില്ലയിൽ ജനിച്ചാണ്. ശ്രീ ONV കുറുപ്പ് സാറ് കൊല്ലം ജില്ലക്കാരനാണ്. അങ്ങനെ നിരവധി ആൾക്കാരുണ്ട് ഈ കൊല്ലം ജില്ലയിൽ. അപ്പോൾ എന്തായാലും കൊല്ലവർഷത്തിന് കൊല്ലവർഷം എന്ന പേര് വന്നത് ഈ കൊല്ലം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട, കൊല്ലം പട്ടണവുമായിട്ട് ബന്ധപ്പെട്ട 1-2 പ്രത്യേകതകൾ കൊണ്ടാണ് കൊല്ലവർഷം ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് എൻ്റെ ജനന തീയതി. 1963 മാർച്ച് 13-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് എൻ്റെ മാതാപിതാക്കളുടെ 3ാമത്തെ മകനായിട്ട് 3ാമത്തെ വർക്കിംഗ് ഡേയിൽ ബുധനാഴ്ച ജനിച്ചു. 13/3/1963. ഈ 13/3/1963 എന്ന് എഴുതുമ്പോൾ 3 മൂന്നുകളാണ് വരുന്നത്. ആ 3ൻ്റെ ഒരു കണക്ക് എന്താണ് സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 786 786 മുസ്ലിം മതവുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു ഹോളി നമ്പറാണ് 786, 786. അതിൻ്റെ റൂട്ട് നമ്പർ, മൂലസംഖ്യ 3 ആണ്. ഓക്കെ. 7 8 15, 15 6 21 വരുന്നു. 786 എന്നുള്ള ആ ഓരോ സംഖ്യയും കൂട്ടി വരുമ്പോൾ 21 വരുന്നു. 21-ൽ 2 1 കൂട്ടുമ്പോൾ 3 വരുന്നു. അപ്പോൾ 3 എന്ന് പറയുന്നത് ഒരു ഹോളി നമ്പറായിട്ട് നമുക്ക് സങ്കല്പിക്കാം. ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പല സവിശേഷതകളൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുകയാണെന്ന് എനിക്കറിയാം. അതുമാത്രമല്ല, കുറേയൊക്കെ എന്നെ സ്വയം പുകഴ്ത്തുകയും ചെയ്യുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. അതായത് ഔചിത്യമില്ലാത്ത ഒരു കാര്യമാണ് ഈ സ്വയം പുകഴ്ത്തുക എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷേ 10-65 വയസ്സുള്ള ഞാനിനി എന്ത് ഔചിത്യമാണ് നോക്കേണ്ടത്? പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്. ഔചിത്യം ഇല്ലെന്നൊക്കെ 100 പേര് പറയുമായിരിക്കും. പക്ഷേ എൻ്റെ പ്രത്യേകതകൾ ഞാൻ ഇങ്ങനെ ഈ മുഖവും ശരീരമൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും? ഇല്ല.
വളരെയധികം കാലമെടുത്ത് നിങ്ങൾക്ക് ഒരാളെ മനസ്സിലാക്കാവുള്ളൂ. ഞാനത് പെട്ടെന്ന് അങ്ങ് പറയുന്നു. പോസിറ്റീവ് ക്വാളിറ്റീസ്, നെഗറ്റീവ് ക്വാളിറ്റീസ് എല്ലാം ക്ലിയറായിട്ട് പറയാണ്. അപ്പോൾ അതുകൊണ്ട് പലർക്കും ഗുണമുണ്ടാവും. കാരണം അജ്ഞാതനെ നിങ്ങളുടെ സുഹൃത്തായിട്ട് പെട്ടെന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എനിക്ക് കയറണമെന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഈ സാഹസം ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോളി നമ്പർ 3, ഓക്കെ, അത് 1963 എന്ന് എഴുതുമ്പോൾ 3 തവണ വരുന്നു. അതൊന്നാമത്തെ പ്രത്യേകത. പിന്നെ 13, അതിനകത്തൊരു 3 ഉണ്ട്. 3ാമത്തെ മാസം, ഓക്കെ, 1963 വർഷം. അപ്പോൾ ഇപ്പം തന്നെ എൻ്റെ ജനന തീയതിയുമായിട്ട് ബന്ധപ്പെട്ട് 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് കൂടാതെ 3ാമത്തെ വർക്കിംഗ് ഡേ, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ എന്ന് തുടങ്ങുന്ന ആ ആഴ്ചകളിൽ വർക്കിംഗ് ഡേ വരുന്നത് തിങ്കൾ, ചൊവ്വ, ബുധൻ 3ാമത്തെ വർക്കിംഗ് ഡേയിലാണ് ഞാൻ ജനിച്ചത്. 3ാമത്തെ മകനായിട്ട് ജനിച്ചു. അച്ഛൻ്റെ അമ്മയുടെയും 3ാമത്തെ മകനായിട്ട് ജനിച്ചു. അത് മാത്രമല്ല, എൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 1ാമത്തെ മകനാണ്. എൻ്റെ അമ്മ 2ാമത്തെ മകളുമാണ്. ഓക്കെ, അമ്മയുടെ കുടുംബത്തിലെ 2ാമത്തെ മകളുമാണ്. അപ്പോൾ 2 1 കൂടുമ്പോൾ 3 വരുന്നു. അങ്ങനെ നിരവധി ഹോളി നമ്പർ എൻ്റെ ജനന തീയതിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. നമുക്കറിയാം, ലോകത്തിലെ, അതായത് മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിശുദ്ധനായ മനുഷ്യനാരാണ്? സംശയം എന്ത്? ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുദേവൻ. ഞാൻ മുമ്പേ ഫോട്ടോ ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് കാണിച്ചു. അദ്ദേഹത്തെ അന്നത്തെ ഭരണാധികാരികൾ കൊന്നുകളഞ്ഞു, കുരിശിലേറ്റി കൊന്നുകളഞ്ഞു. അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? പൊതുജനങ്ങളുടെ സങ്കടങ്ങളെ, ദുരിതങ്ങളെ സമ്പൂർണവും ശാശ്വതവുമായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ആ ക്രിസ്തുദേവനെ കൊന്നതിൻ്റെ പാപം മനുഷ്യവംശത്തിനുണ്ട്. ഇനിയും അത് ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. നിന്ദിക്കേണ്ടവരെ വന്ദിക്കുകയും വന്ദിക്കേണ്ടവരെ നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം തകരുക തന്നെ ചെയ്യും. ഓക്കെ, അതാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിന്ദിക്കേണ്ടവരെ അധികാരത്തിലേറ്റുകയും, ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് നിന്ദിക്കപ്പെടേണ്ടവനാണ്. എല്ലാ തരത്തിലും കുഴപ്പക്കാരനാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ്. പക്ഷേ അദ്ദേഹത്തെ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് 2ാമതും തിരഞ്ഞെടുത്തു. അങ്ങനെ 2ാമതും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ പലരും ഉണ്ട്. എല്ലാവരുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ നിന്ദിക്കേണ്ടവരെ വന്ദിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റ്. അമേരിക്കൻ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ലോകത്തിലെ പ്രസിഡൻ്റ് എന്നാണ് അതിനർത്ഥം. കാരണം ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ GDP ഉള്ള, മൊത്ത ആഭ്യന്തര ഉൽപ്പാദനമുള്ള രാജ്യമാണ് അമേരിക്ക. ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള, സൈനിക ബലമുള്ള രാജ്യമാണ് അമേരിക്ക. ആ രാജ്യം ഇന്ന് ലോകത്തെ മുഴുവൻ കീഴടക്കാൻ ശ്രമിക്കുകയാണ്. അത് മാന്യമായ ഭാഷ. ശരിയായിട്ടുള്ള പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം എന്താണ്? അമേരിക്ക ഇന്ന്
ലോകത്തെ കൊള്ളയടിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് വരുന്ന ഇതാണ്, റഷ്യൻ പ്രസിഡന്റ് പുടിനെയും ഇവർ ഈ വെനിസ്വേലയിലെ പ്രസിഡന്റിനെ ചെയ്ത പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പോകുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. അതായത് ലോകമഹായുദ്ധം ഏതാണ്ട് 100% ഉറപ്പായി. അത് ഇപ്പോൾ ഈ വീഡിയോ ഇട്ട് തീരുമ്പോഴത്തേക്ക് തന്നെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തെന്ന് വരാം. ഓരോ സെക്കൻഡിലും ലോകം മാറി മറിയുകയാണ്. ഞാൻ അജ്ഞാതൻ സമ്പന്ന കുടുംബത്തിലെ അംഗമാണ്. ഞാൻ കൃത്യമായിട്ട് ആടൻ ഭാഷയിൽ പറഞ്ഞ ഈ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ച ഒരു സംഭവമാണ് ഞാൻ. വിദ്യാഭ്യാസമൊക്കെ കാര്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലിക്കൊന്നും പോയില്ല, പകരം ബിസിനസ്സിലാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇന്നും ഞാൻ കോടീശ്വരനായിട്ട് തുടരുന്നു. 100 കോടി ആസ്തി ആവാം, 250 കോടി ആസ്തിയാവാം, 500 കോടി ആസ്തിയും ആവാം. അതൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്ന തരത്തിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് കോടിയിലാണ് നമ്മൾ, ഏത് ഗ്രൂപ്പിലാണ് നമ്മൾ പെടുന്നതെന്നുള്ളത് നിങ്ങളങ്ങ് നിശ്ചയിക്കാം. ഇപ്പോൾ ഒരു കാര്യം പറയാം, ഞാനിപ്പോൾ ഇരുന്ന ഈ വീഡിയോ ചെയ്യുന്ന വീട് നിൽക്കുന്നത്, ഇത് ഏതാണ്ട് 3100 സ്ക്വയർ ഫീറ്റ് വീടാണ്. 3100 സ്ക്വയർ ഫീറ്റ് വീടാണ്. 9 സെൻറ്റുമുണ്ട്. ഓക്കെ. പിന്നെ ഈ എൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ. അതായത് എൻ്റെ വീടിൻ്റെ ദർശനം വടക്കോട്ടാണ്. വടക്ക് ദർശനം ചെയ്യുന്ന ഈ വീടിൻ്റെ തൊട്ട് മുമ്പിൽ മെയിൻ റോഡാണ്. അതായത് വടക്ക് റോഡ്. അതേസമയം തെക്ക് ഭാഗത്ത് അമ്പലമാണ്, ക്ഷേത്രമാണ്. അപ്പോൾ വടക്ക് റോഡും തെക്ക് അമ്പലവും വരുന്ന ഭൂമിക്ക് എന്താണ് പറയുക വാസ്തുവിദ്യക്കാർ? അത് മനസ്സിലാക്കാൻ നിങ്ങളെ സ്വതന്ത്രരായിട്ട് ഞാൻ വിടുന്നു. ഓക്കെ. വടക്ക് റോഡും തെക്ക് അമ്പലവുമുള്ള വീട്. ഓക്കെ. അത് വളരെയധികം പ്രത്യേകതയുള്ള ഒരു സംഭവം തന്നെയാണ് വാസ്തു ശാസ്ത്രപ്രകാരം. ഓക്കെ. പിന്നെ എൻ്റെ ഗ്രഹനിലയിൽ, ജ്യോതിഷപരമായിട്ട് എൻ്റെ ഗ്രഹനിലയിൽ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ഗുളികൻ നിൽക്കുന്നത്, അഥവാ മാന്തി അഥവാ ഗുളികൻ നിൽക്കുന്നത് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അജ്ഞാതൻ എന്ത് വിവരക്കേട് പോലും വിളിച്ച് പറഞ്ഞാലും അതുപോലെ സംഭവിക്കുന്നതാണ് ഫലം. ജ്യോതിഷപരമായിട്ട് അങ്ങനെയാണ്. പിന്നെ തീർച്ചയായിട്ടും അജ്ഞാതൻ്റെ ഗ്രഹനില അനുസരിച്ച് നിരവധി അത്യധികം ഗുണാധിക്യമുള്ള യോഗങ്ങളുണ്ട് അജ്ഞാതന് ഗ്രഹനിലയിൽ. 5 ഗ്രഹങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 5 ഗ്രഹങ്ങൾ അതിശക്തമായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ പഞ്ചമഹാപുരുഷ യോഗം, അത് തന്നെ പല ഗ്രേഡുകളിലുണ്ട്. അതിലൊരു ഗ്രേഡിലാണ് പഞ്ചമഹാപുരുഷ യോഗം നമ്മുടെ കയ്യിലുള്ളത്. ശശമഹായോഗം, ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് അതിശക്തമായിട്ട് നിൽക്കുന്നു. വ്യാഴം അതിശക്തമായിട്ട് ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നു. ഹംസയോഗം, ശശമഹായോഗം. ചൊവ്വ നിൽക്കുന്നത് നീചരാശിയിലാണെങ്കിലും
ആ നീചനായ ചൊവ്വയെ വ്യാഴവും ശുക്രനും ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ നീചഭംഗ രാജയോഗം അഥവാ ചക്രവർത്തി യോഗം. നോക്കണേ, ഈ ചക്രവർത്തി യോഗവും നമ്മുടെ ശശമഹായോഗവും ഒക്കെ വന്നു കഴിഞ്ഞാൽ 100% ഉറപ്പാണ് വിവാദങ്ങളിൽ പെടും. ഈ വിവാദങ്ങളിൽ പെടുന്നത് ദൗർബല്യമല്ല, മറിച്ച് ശക്തമായ വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമാണ് ഈ വിവാദങ്ങളിൽ പെടുക എന്ന് പറയുന്നത്. ഓക്കെ, വിവാദം പലതരത്തിൽ വരും. അജ്ഞാതൻ വെറുതെ ഒന്ന് തല ചൊറിഞ്ഞാൽ പോലും അത് വാർത്തയാവുന്ന ഒരു കാലഘട്ടം ദശാബ്ദങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ വീട്ടിനടുത്ത് ഒരു ജംഗ്ഷനിൽ ഒരു പട്ടി വന്ന് നിന്നാൽ ആരെങ്കിലും ശ്രദ്ധിക്കുമോ? ഇല്ല. അതേസമയം ഒരു ആന വന്ന് നിന്നാലോ? അത് കുട്ടിയാനയായാലും വലിയ ആനയായാലും കൊമ്പനായാലും ഏത് തരത്തിലുള്ള ആനയായാലും 10 പേരല്ല, മുഴുവൻ പേരും ശ്രദ്ധിക്കും. ഓക്കെ, അജ്ഞാതൻ മിക്കവാറും പോകുന്ന ഒരു ക്ഷേത്രമുണ്ട്. അതൊരു കുടുംബക്ഷേത്രമാണ്. എൻ്റെ കുടുംബക്ഷേത്രമല്ല, മറിച്ച് ഇവിടുത്തെ സവർണ ജാതിയിൽപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ കുടുംബക്ഷേത്രമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രം ഏതാണ്ട് തെക്കൻ കേരളം മുഴുവൻ അതിപ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെ ആ കുടുംബക്കാർ, ഉന്നത ജാതിയിൽപ്പെട്ട ആൾക്കാർ, അവരുമായിട്ട് എനിക്ക് വലിയ ബന്ധമുണ്ട്. അതായത് അവിടുത്തെ ഏതാണ്ട് എല്ലാ കുടുംബാംഗങ്ങളും എന്നെ വളരെയധികം സ്നേഹത്തോടെ വാത്സല്യത്തോടെയാണ് കാണുന്നത്. കാരണം പലതാണ്. അതുമാത്രമല്ല, ഞാൻ ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ക്ഷേത്രത്തിൻ്റെ ആരാധനയ്ക്കുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങൾ, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. അന്ന് ഈ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ആൾക്കാർ ദൂരദേശങ്ങളിൽ നിന്ന് പോലും വന്ന് തൊഴുന്നു. അജ്ഞാതൻ ഇപ്പോൾ സാധാരണ ദിവസങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ബുധനാഴ്ച ചെല്ലുന്നു വിചാരിക്കാം, അവിടെ ഒന്നും ആരെയും കാണത്തില്ല. അജ്ഞാതൻ ചെല്ലുമ്പോൾ അവിടെ ഒന്നും ആരെയും കാണത്തില്ല. പക്ഷേ അജ്ഞാതൻ ചെന്ന് തൊഴുത് കൊണ്ട് നിൽക്കുമ്പോൾ ആ അമ്പലം നിറയെ ആൾ വരും. 1-2 അല്ല, ആയിരക്കണക്കിന് ആൾക്കാർ വരും. അതായത് നമ്മളുടെ ഓരോരുത്തരുടെയും നിങ്ങൾ ഇനി ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ആ സ്ഥലത്ത് എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൻ്റെയും അദൃശ്യമായ ആകർഷകത്വത്തിൻ്റെയും ഒരു പ്രത്യേകതയായിരിക്കും. അതായത് നിങ്ങളിപ്പോൾ ഒരു കച്ചവട സ്ഥാപനത്തിൽ ചെല്ലുക എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ആരും ഇല്ലെന്ന് വിചാരിക്കുക. നിങ്ങൾ ചെന്നതിന് ശേഷം പെട്ടെന്ന് അവിടെ നിരവധി കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്ക് സമ്പത്ത് ആകർഷിക്കാൻ ഉള്ള കഴിവുണ്ടെന്നാണ്, ജന്മന തന്നെ. അത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതല്ല, അത് ജന്മന തന്നെ നിങ്ങൾക്കുള്ളതാണ്. ആ ഒരു പ്രത്യേകത അജ്ഞാതനുണ്ട്. സ്വയം പുകഴ്ത്തിയാണ്,
പക്ഷേ ഞാൻ ഈ ഇതൊക്കെ മറച്ചു വെച്ചിട്ടെന്ത് കാര്യം? ഇതൊക്കെ വെട്ടിത്തന്ന് പറയുക. അങ്ങനെ അജ്ഞാതനുമായിട്ട് പല സ്ഥാപനങ്ങൾ, ഈ ക്ഷേത്രം മാത്രമല്ല നിരവധി സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ പലർക്കും ഇഷ്ടമാണ്. വന്നു ഇനിയിപ്പോൾ ചറവറ കച്ചവടം നടക്കും. കച്ചവടക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. കണ്ടു, ഇന്നത്തെ ദിവസം നല്ലതായിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ അജ്ഞാതനുണ്ട്. 30 മിനിറ്റായി. ഇതിനകം ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് വിചാരിക്കേണ്ട, ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. നിരവധി കാര്യങ്ങൾ ഇനിയുമുണ്ട്. ഒരെണ്ണവും കൂടെ പറഞ്ഞിട്ട് ഞാനിത് താൽക്കാലികമായിട്ട് നിർത്താം. ഇതിൻ്റെ 2ാം ഭാഗവും 3ാം ഭാഗവും ഒക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ഓക്കെ, ഗ്രഹനില പ്രകാരം ഞാൻ കർക്കിടക ലഗ്നമാണ്. ഈ കർക്കിടക ലഗ്നക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. കർക്കിടക ലഗ്നക്കാരനായ എനിക്ക് 1,00,000 രൂപ കിട്ടുമ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് 10,00,000 രൂപ കിട്ടും. അതാണ് കർക്കിടക ലഗ്നക്കാരുടെ ഒരു പ്രധാന പ്രത്യേകത. കർക്കിടക രാശിയല്ല, കർക്കിടക ലഗ്നക്കാരിലേക്ക്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക. അജ്ഞാതന് 1,00,000 രൂപ കിട്ടുമ്പോൾ അജ്ഞാതൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് 10,00,000 രൂപ കിട്ടും. ഓക്കെ, ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തു. കാരണം അജ്ഞാതന് 1,00,000 രൂപ കിട്ടണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അജ്ഞാതന് 1,00,000 കിട്ടുമ്പോൾ നിങ്ങൾക്ക് 10,00,000 കിട്ടും. അല്ലെങ്കിൽ അതിന് തത്തുല്യമായ സമ്പത്ത് കിട്ടും. സമ്പത്തെന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, നിരവധി രൂപങ്ങൾ സമ്പത്തിനുണ്ട്. എന്തായാലും തൽക്കാലം അജ്ഞാതൻ ഇവിടെ പിൻവാങ്ങുന്നു. എൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെയൊക്കെ സൂചനകൾ ഞാൻ തന്നു കഴിഞ്ഞു. അത് എത്രത്തോളം വിജയകരമായി എനിക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. അത് ഈ വീഡിയോയുടെ വ്യൂസും ലൈക്കും ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും തൽക്കാലം സമയം അതിക്രമിച്ചിരിക്കുന്നു. 32 മിനിറ്റ് 55 സെക്കൻഡായി. ഓക്കെ, അതുകൊണ്ട് മാത്രം തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഒരു കാര്യം ഓർത്തോളൂ, അജ്ഞാതമായിട്ട് കൂട്ടുകൂടിയാൽ നിരവധി നേട്ടങ്ങളുണ്ട്. ചെറിയ നേട്ടങ്ങളൊന്നുമല്ല. കാരണം അജ്ഞാതൻ വാഗ്ദാനം ചെയ്തേക്കുന്നത് 1 കോടിയോ 2 കോടിയോ 3 കോടിയോ 100 കോടിയോ 200 കോടിയോ അല്ല, മറിച്ച് 38,000 ലക്ഷം കോടി രൂപ ആണ് ലോക രാജ്യങ്ങളുടെ മൊത്തം കടം. അത് തീർക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അജ്ഞാതൻ വാഗ്ദാനം ചെയ്യുന്നത് 38,000 ലക്ഷം കോടി രൂപയുടെ കടം തീർക്കുക എന്നുള്ളതാണ്. തൽക്കാലം വിരമിക്കുന്നു. നമസ്കാരം, ശുഭദിനം.